ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. സോ നമുക്കിന്ന് നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ആ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുന്നതിന് മുന്നായിട്ട് അതിലൊരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തുകൊണ്ട് ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ഇപ്പോൾ ടച്ച് വിട്ടുപോയവരുണ്ടെങ്കിൽ അവർക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ആ തിയറി പറഞ്ഞു തരാം, എന്നിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയുന്നതാണ്, ഓവറോളായിട്ടല്ല, ജസ്റ്റ് ഒന്ന് ആവശ്യത്തിന് ഒന്ന് പറയാം കേട്ടോ. അതായത് ഇപ്പോൾ ഒരു പാർട്ടീഷൻ്റെ റിഫൈൻമെൻറ്റ് ഓഫ് എ പാർട്ടീഷൻ എന്ന് വെച്ചാൽ റിഫൈൻമെൻറ്റ് ഓഫ് എ പാർട്ടീഷൻ അതായത് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് മുന്നായിട്ട് ഇപ്പോൾ ഇത് 0, 0, 1 ഇതിൻ്റെ പാർട്ടീഷൻ, അതായത് ഇതിൻ്റെ പാർട്ടീഷൻ എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ 0, 1/2, 1 ഒരു പാർട്ടീഷനായിട്ട് എനിക്ക് എടുക്കാം. ഓക്കെ, 0, 1/2, 1 എന്ന് പറയുന്നത് എന്താണ്? ഒരു പാർട്ടീഷനാണ്. ഇനി എനിക്ക് വേണമെങ്കിൽ 0, 1/2, 1/4, 1 എന്ന രീതിയിൽ എടുക്കാം. അതും എന്താണ്? പാർട്ടീഷനാണ്. അപ്പോൾ നമുക്കിനി ഒരു നിങ്ങളോടിപ്പോൾ ചോദിക്കുകയാണ് നോം ഓഫ് എ പാർട്ടീഷൻ. അതായത് ഇവിടെ നിങ്ങളിപ്പോൾ ഇതൊരു പാർട്ടീഷൻ, ഇതൊരു പാർട്ടീഷൻ, ഇതൊരു പാർട്ടീഷൻ. അപ്പോൾ ഈ പാർട്ടീഷൻ്റെ ഇൻ്റർവെലിൻ്റെ ലെങ്ത്ത്, അതുപോലെ തന്നെ ഇവിടുത്തെ ലെങ്ത് ഉണ്ടല്ലോ, അതിൽ ഏറ്റവും വലിയ ലെങ്ത് ആയിരിക്കും എന്ത്? നോം ഓഫ് എ പാർട്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റിഫൈൻമെൻറ്റ് ഓഫ് എ പാർട്ടീഷൻ എന്ന് വെച്ചാൽ, അതായത് ഇതൊരു പാർട്ടീഷനാലോ, ഞാനതിനെ P1 എന്ന് വിളിച്ച്, ഇനി ഞാനൊരു വേറൊരു പാർട്ടീഷൻ എടുക്കുകയാണ്. 0, 1/2, 1 വേറൊരു പാർട്ടീഷൻ 0, 1/4, 1/2 അങ്ങനെ. ഓക്കെ, 1/2, 3/4, 1 ഇത് വേറൊരു പാർട്ടീഷനാലോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ P1നെ ഞാൻ വീണ്ടും എന്താണ് മുറിച്ചാണ് എന്തുണ്ടാക്കിയേക്കുന്നത്? P2 ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ P2 എന്ന് പറയുന്നത് എന്താ? P1നെ സംബന്ധിച്ച് വളരെ ഫൈനറാണ്. ഓക്കെ, അപ്പോൾ P2 ഈസ് ഫൈനർ ദാൻ P1. അപ്പോൾ P2 ഈസ് റിഫൈൻമെൻറ്റ് ഓഫ് P1 എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഈ P1 അതിന് വീണ്ടും എന്താണ്? ഫൈൻ പാർട്ടിക്കിളായിട്ട് അങ്ങനെ ഓർക്കുക. അപ്പോൾ വീണ്ടും അപ്പോൾ എന്താ നമുക്ക് പറയണ്ടേ? P2 ഈസ് ഫൈനർ ദാൻ ആരേക്കാളും P1, അല്ലെങ്കിൽ P2 ഈസ് റിഫൈൻമെൻറ്റ് ഓഫ് P1. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ച്? നോം ഓഫ് എ പാർട്ടീഷൻ, റിഫൈൻമെൻറ്റ് ഓഫ് എ പാർട്ടീഷൻ, അതുപോലെ തന്നെ പാർട്ടീഷൻ എന്താണെന്നുള്ള കാര്യം പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ പറയുന്ന പ്രോബ്ലത്തിലേക്ക് പോകാവേ. ഇവിടെ അപ്പർ ആൻഡ് ലോവർ സം, അതായത് ഇതിപ്പോൾ xi-1 ഇത് xi. ഓക്കെ, ഇതിൻ്റെ മാക്സിമം പോയിൻ്റ് ഇതാണ് ഇതിൻ്റെ മാക്സിമം പോയിൻ്റ്. ഇതിൻ്റെ മാക്സിമം പോയിൻ്റ് എന്ന് പറയുന്നത് ഇത്. ഓക്കെ, ഇനി ലോവർ ഡാർബോ സം അല്ലെങ്കിൽ ലോവർ സം അല്ലെങ്കിൽ ലോവർ റെയ്മാൻ സം എന്ന് പറയുന്നത് LPF എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്മോളർ ആലോ. അപ്പോൾ സ്മോളർ mi ഇൻറ്റു xi മൈനസ് xi-1. i എന്താണ്? i വേരീസ് ഫ്രം 1 to n. അതാണ് എന്ത്? ലോവർ ഡാർബോ സം അല്ലെങ്കിൽ ലോവർ റെയ്മാൻ സം. അതിന് നമ്മൾ LPF എന്ന് വായിക്കും. അങ്ങനെയാണെങ്കിൽ UPF എന്ന് പറയുന്നത് എന്തായിരിക്കും? UPF എന്ന് പറയുന്ന സമ്മേഷൻ i is equal to 1 to n ക്യാപിറ്റൽ mi ഇൻറ്റു xi മൈനസ് xi-1. ക്യാപിറ്റൽ mi ഇൻറ്റു xi മൈനസ് xi-1. ഓക്കെ ആണോ? ഇനി വേറൊരു കാര്യം കൂടി. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഇതനുസരിച്ചുകൊണ്ട് നമ്മളൊരു കാര്യം പറയുകയാണ്, ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. m ഇൻറ്റു b മൈനസ് a. m ആ സ്മോളർ വാല്യൂ, ഇവിടെ ആ ഇൻ്റർവെലിൻ്റെ ലെങ്ത്ത്. ഓക്കെ, ഇത് എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആരോടായിരിക്കും? LPFനേക്കാൾ ചെറുതായിരിക്കും. LPF എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, അവിടെ എന്താണ്? സമ്മേഷനാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവൻ ആരോട് ലെസ് ദാൻ ആണ്? UPF വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ M ഇൻറ്റു B മൈനസ് A. ഈ റിലേഷനും കൂടി ഓർത്തിരിക്കാം. അപ്പോൾ സ്മോൾ m ഇൻറ്റു B മൈനസ് A എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു LPF ലെസ് ദാൻ ഓർ ഈക്വൽ ടു UPF ലെസ് ദാൻ ഓർ ഈക്വൽ ടു M ഇൻറ്റു B മൈനസ് A. ഇത് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി. അപ്പോൾ നമ്മളിത് പറഞ്ഞു. അപ്പോൾ എന്താണ്? m ഇൻറ്റു B മൈനസ് A എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു LPF ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു UPF വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ M ഇൻറ്റു B മൈനസ് A. അപ്പോൾ ഈ ഒരു റിലേഷൻ ഓർത്തിരിക്കാം. ഇത് തിരിച്ചും മറിച്ചും നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് വരും. ഇനി വേറൊരു കാര്യം, ഇപ്പോൾ P ഈസ് കണ്ടെയ്ൻഡ് ഇൻ P ഡാഷ്.
അതായത് ഇതിൻ്റെ അർത്ഥം എന്താണ്? പി ഡാഷ് ഈസ് ഫൈനർ ദാൻ പി, അല്ലെങ്കിൽ പി ഡാഷ് ഈസ് റിഫൈൻമെൻറ്റ് ഓഫ് പി എന്നാണ് അതിൻ്റെ അർത്ഥം. അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എൽ പി എഫ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ പി എഫ് ഡാഷ്. പിന്നെ ഇനി അപ്പറിൻ്റെ കേസിൽ യു പി എഫ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു യു പി എഫ് ഡാഷ്. ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ഇവിടെ എൽ പി ഡാഷ് അല്ലേ, അപ്പോൾ പി ഡാഷ് എഫ് ആണ്. അതുപോലെ തന്നെ ഇവിടെ യു പി ഡാഷ് എഫ്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് വേറൊരു റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എൽ പി എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ പി ഡാഷ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു പി ഡാഷ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു പി എഫ്. അതും കൂടി പഠിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഈ പറയുന്ന പോലെ തിരിച്ചും മറച്ചും ചോദിക്കും. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ഈ റിലേഷൻ എഴുതി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ എന്താ പഠിച്ചത്? എൽ പി എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ പി എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ പി ഡാഷ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു പി ഡാഷ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു പി എഫ്. അപ്പോൾ ഓക്കെ ആലോ. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ നോക്കിക്കേ, എൽ ഓഫ് പി എഫ് പ്ലസ് ജി. നമ്മൾ കഴിഞ്ഞതിൽ എൽ പി എഫ്, പി പാർട്ടീഷ്യൻ, എഫ് ഫംഗ്ഷൻ. ഇവിടെ രണ്ട് ഫംഗ്ഷൻസിൻ്റെ സം ആണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൽ പി എഫ് പ്ലസ് എൽ പി ജി. ഓക്കെ ആണോ? ഇനി യു പി എഫ് പ്ലസ് ജി എന്ന് പറയുന്നത് എന്താണ്? യു പി എഫ് പ്ലസ് യു പി ജി. ഓക്കെ ആണോ? അപ്പോൾ എൽ പി എഫ് പ്ലസ് ജി ആണെങ്കിൽ തിരിഞ്ഞു പോകരുത്. രണ്ട് ഫംഗ്ഷൻസിൻ്റെ സം ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ആ സമയത്ത് നമ്മുടെ അപ്പറിൻ്റെ കേസിൽ എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ റിലേഷനും എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ട് എൽ പി എഫ് ആൻഡ് യു പി എഫ് ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1 ആൻഡ് പി ബി എ പാർട്ടീഷൻ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1. അപ്പോൾ നമുക്ക് എൽ പി എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എൽ പി എഫ് നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. എന്താണ്? സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to n എം ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് 1 എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പാർട്ടീഷൻ തന്നിട്ടുണ്ട്. അവിടെ ഇൻ്റർവൽ ഡിഫറൻസ് എന്താണ്? സെയിം ആണ്. 0-ഉം 1/4 തന്നെയാണ്. എന്ത്? 1/4-ഉം 2/4-ഉം തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കോമൺ ഡിഫറൻസ് നമുക്ക് കോമൺ എടുക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞു സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to n എം ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് 1 എന്നാണ് പറഞ്ഞേക്കുന്നത്. എക്സ് ഐ മൈനസ് 1, 0-ഉം 1/4-ഉം തമ്മിലുള്ള വ്യത്യാസം എന്താ? 1/4. 1/4-ഉം 2/4-ഉം തമ്മിലുള്ള വ്യത്യാസം എന്താ? അതും 1/4. 2/4-ഉം 3/4-ഉം തമ്മിലുള്ള വ്യത്യാസം, 3/4-ഉം 1-ഉം തമ്മിലുള്ള വ്യത്യാസം 1/4 തന്നെ. അപ്പോൾ നമ്മൾ ഓരോന്നും ചെയ്യണേക്കാൾ ബെറ്റർ 1/4 കോമൺ എടുത്തിട്ട് എം ഐ ഓരോ ഇൻ്റർവെലിൻ്റെയും എഴുതിയ പോരെ. അപ്പോൾ ഇവിടെ 0-ഉം 1/4-ഉം എടുക്കുമ്പോൾ സ്മോളസ്റ്റ് വാല്യൂ ഏതാണ്? 0. അതിൻ്റെ എക്സ് എന്ന് പറയുന്നതാണ് 0. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 സ്ക്വയർ 0 പ്ലസ് അടുത്തത് 1/4-ഉം 2/4-ഉം കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് സ്മോളസ്റ്റ് വാല്യൂ? 1/4. അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 1/16 പ്ലസ് അടുത്തത് എന്താണ്? 2/4-ഉം 3/4-ഉം. സ്മോളസ്റ്റ് വാല്യൂ ഏതാണ്? 2/4. അതിൻ്റെ സ്ക്വയർ 4/16 പ്ലസ് ഇനി അടുത്ത് നോക്കുക, 3/4-ഉം 1-ഉം തമ്മിലുള്ള സ്മോളസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 3/4 ആണ്. അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 9/16 ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ആസ് യൂഷ്വൽ നമ്മൾ 1 + 4 5, 5 + 9 14, 14/4 × 16. ഓക്കെ, അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 7/32 എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ ആണോ? 16 × 4 എത്രയാണ് വരുന്നത്? 16 × 4 എന്ന് പറയുമ്പോൾ 24 4 × 1 4 + 2 6 64 ആണ്. 14/64 ആണ് വരുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 7/32 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് യു പി എഫ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? യു പി എഫ് കാണാനും ഇവിടെ ക്യാപിറ്റൽ എം ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് 1 ആണ്. ഇവിടെ എക്സ് ഐ മൈനസ് 1 ചേഞ്ച് ഉണ്ടോ? ഇല്ല, 1/4 തന്നെയാണ്. പിന്നെ 0-ലും 1/4-ലും ആരെയാണ് എടുക്കേണ്ടത്? 1/4-നെയാണ് എടുക്കേണ്ടത്. ഓക്കെ, 1/4-ൻ്റെ സ്ക്വയർ 1/16. നെക്സ്റ്റ് 1/4-ലും 2/4-ലും വലുതാരാണ്? 2/4. അതിൻ്റെ സ്ക്വയർ 4/16. ഇനി അടുത്തത്
2/4 3/4 വലിയ ആൾ 3/4, അതിൻ്റെ സ്ക്വയർ 9/16. ഇനി 3/4 1 വലിയ ആൾ 1, അതിൻ്റെ സ്ക്വയർ 1. ഓക്കെ, നമുക്ക് എളുപ്പത്തിന് 16/16 എന്ന് എഴുതിയ കാൽക്കുലേഷൻ ഈസി ആയിരിക്കും. ദെൻ നമ്മൾ എന്ത് ചെയ്യാം, ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 15/32 ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് വൺ ഓർത്തിരിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എപ്പോഴും ഇൻ്റഗ്രബിൾ ആയിരിക്കും. ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എപ്പോഴും റൈമാൻ ഇൻ്റഗ്രബിൾ ആയിരിക്കും. ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എപ്പോഴും ഇൻ്റഗ്രബിൾ ആയിരിക്കും. അതുപോലെ തന്നെ എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷൻസും എന്തായിരിക്കും, റൈമാൻ ഇൻ്റഗ്രബിൾ ആയിരിക്കും. ഓക്കെ, റൈമാൻ ഇൻ്റഗ്രബിൾ ആണ് എങ്കിൽ ഇൻ്റഗ്രൽ a to b f(x) അപ്പർ ഈക്വൽ ടു ഇൻ്റഗ്രൽ a to b f(x) ഈക്വൽ ടു ഇൻ്റഗ്രൽ a to b f(x) ലോവർ ആകുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, റൈമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് പറയാനായിട്ട് പറ്റും. അതായത് അപ്പർ റൈമാൻ ഇൻ്റഗ്രബിളും ലോവർ റൈമാൻ ഇൻ്റഗ്രബിളും ആരോട് ഈക്വൽ ആകുമ്പോൾ, ഇൻ്റഗ്രൽ a to b f(x)നോട് ഈക്വൽ ആകുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, റൈമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എന്താണ്, റൈമാൻ ഇൻ്റഗ്രബിൾ ആണ്. ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്താണ്, റൈമാൻ ഇൻ്റഗ്രബിൾ ആണ്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ റൈമാൻ ഇൻ്റഗ്രബിൾ ആണ്. അടുത്തത്, എ ബൗണ്ടഡ് ഫംഗ്ഷൻ എഫ് ഈസ് റൈമാൻ ഇൻ്റഗ്രബിൾ ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ഇഫ് ദ സെറ്റ് ഓഫ് ഇറ്റ്സ് പോയിൻറ്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഹാസ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് ലിമിറ്റ് പോയിൻറ്റ്സ്. ഇവിടെ വരുന്നത് എന്താണ്, ഫൈനൈറ്റ് ആണ്. അതായത് എ ബൗണ്ടഡ് ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്ന ഒരു ബൗണ്ടഡ് ഫംഗ്ഷൻ എഫ് റൈമാൻ ഇൻ്റഗ്രബിൾ ആവണമെങ്കിൽ ആ പറയുന്ന ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ ഇഫ് ദ സെറ്റ് ഓഫ് ഇറ്റ്സ് പോയിൻറ്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എന്തായിരിക്കണം, ഫൈനൈറ്റ് ആണെങ്കിലാണ് ഒരു ബൗണ്ടഡ് ഫംഗ്ഷൻ റൈമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് പറയുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ എ ബൗണ്ടഡ് ഫംഗ്ഷൻ എഫ് ഈസ് റൈമാൻ ഇൻ്റഗ്രബിൾ ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ഇഫ് ദ സെറ്റ് ഓഫ് ഇറ്റ്സ് പോയിൻറ്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഈസ് ഫൈനൈറ്റ്. അല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിലും പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാകാൻ എളുപ്പം എന്താണ് ഇഫ് ദ സെറ്റ് ഓഫ് ഇറ്റ്സ് പോയിൻറ്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഫൈനൈറ്റ് ആണെന്ന് പറഞ്ഞാലും സെയിം മീനിങ് തന്നെയാണ്. എഫ് ഈസ് മോണോട്ടോണിക് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ദെൻ ഇറ്റ് ഈസ് റൈമാൻ ഇൻ്റഗ്രബിൾ ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. അപ്പോൾ എന്താണ്, ഒരു മോണോട്ടോണിക് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ മോണോട്ടോണിക് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്, റൈമാൻ ഇൻ്റഗ്രബിൾ ആണ്. മോണോട്ടോണിക് ആയ ഫംഗ്ഷൻ റൈമാൻ ഇൻ്റഗ്രബിൾ ആണ്. കണ്ടിന്യൂസ് ആയ ഫംഗ്ഷൻ റൈമാൻ ഇൻ്റഗ്രബിൾ ആണ്. കോൺസ്റ്റൻ്റ് ആയ ഫംഗ്ഷൻ റൈമാൻ ഇൻ്റഗ്രബിൾ ആണ്. ഒരു ബൗണ്ടഡ് ആയ ഫംഗ്ഷൻ റൈമാൻ ഇൻ്റഗ്രബിൾ ആവണമെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് പോയിൻറ്റ്സ് എന്തായിരിക്കണം, ഫൈനൈറ്റ് ആയിരിക്കണം. ഡിസ്കണ്ടിന്യൂസ് പോയിൻറ്റ്സ് ഫൈനൈറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ, അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് പോയിൻറ്റ്സ് if the set of its points of discontinuity has a finite number of limit points. Finite number of limit points കാണുവാണെങ്കിൽ ആ സെറ്റിൽ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഉള്ള ആ സെറ്റിൽ ലിമിറ്റ് പോയിൻറ്റ്സ് ഫൈനൈറ്റ് ആണെങ്കിലും നമുക്ക് എന്ത് തന്നെ പറയാൻ പറ്റും, നമുക്ക് ആ ബൗണ്ടഡ് ഫംഗ്ഷൻ റൈമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ്, എഫ് എലമെൻറ്റ് ഓഫ് റൈമാൻ ഇൻ്റഗ്രബിൾ. അതായത് അറിയാലോ, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ റൈമാൻ ഇൻ്റഗ്രബിൾ ആണ് എങ്കിൽ എഫ് എന്ന് പറയുന്നത് എന്താണ്, എഫ് ഈസ് ബൗണ്ടഡ് ആണ്. എഫ് ഈസ് ബൗണ്ടഡ് ഓൺ എ ബി. ഓക്കെ, അപ്പോൾ റൈമാൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ ബൗണ്ടഡ് ആണ്. ഇനി ബൗണ്ടഡ് ഫംഗ്ഷൻ റൈമാൻ ഇൻ്റഗ്രബിൾ ആവണമെങ്കിൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ റൈമാൻ ഇൻ്റഗ്രബിൾ ബൗണ്ടഡ് ആണ്. ഓക്കെ, റൈമാൻ ഇൻ്റഗ്രബിൾ ബൗണ്ടഡ് ആണ്. അത് ഓർത്തിരിക്കുക, റൈമാൻ ഇൻ്റഗ്രബിൾ ബൗണ്ടഡ് ആണ്. പക്ഷേ ബൗണ്ടഡ് ആയിട്ടുള്ളത് റൈമാൻ ഇൻ്റഗ്രബിൾ ആവണമെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് പോയിൻറ്റ്സിൻ്റെ ആ സെറ്റിൽ എന്തായിരിക്കണം, ലിമിറ്റ് പോയിൻറ്റ്സ് ഫൈനൈറ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ ഈ പറയുന്ന ഡിസ്കണ്ടിന്യൂസ് പോയിൻറ്റ്സ് തന്നെ ഫൈനൈറ്റ് ആയിരിക്കണം. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു റൈമാൻ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻസ് ഒക്കെ ബൗണ്ടഡ് ആണ്. പക്ഷേ ബൗണ്ടഡ് ഫംഗ്ഷൻസ് ഒക്കെ എന്താണെന്ന് പറയാൻ പറ്റില്ല, റൈമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. അതിന് എക്സാമ്പിളാണ് ഓർത്തിരിക്കുക ഡെറിച്ലെറ്റ്സ് ഫംഗ്ഷൻ. വേറെ ഒന്നുമില്ല. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 വെൻ എക്സ് ഇറാഷണൽ ആകുമ്പോൾ
0 when x is rational. അപ്പോൾ 0 when x is rational and 1 when x is irrational. അതിനെയാണ് ഡിറിച്ലെറ്റ്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് എന്തിന് എക്സാമ്പിളാണ് ഡിറിച്ലെറ്റ്സ് ഫംഗ്ഷൻ? അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മളത് ആൻസർ ചെയ്യാൻ നമ്മളിത് പഠിച്ച് തന്നെ വെക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇഫ് എഫ് ഈസ് റൈമാൻ ഇൻ്റഗ്രബിൾ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി, അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി മോഡ് എഫ് ഡി എക്സ് ആണോന്ന്? അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി മോഡ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. തേർഡ് ഓപ്ഷൻ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി മോഡ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ എന്താണ്? മോഡുലസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ബൗണ്ടഡ് ആൻഡ് ഇൻ്റഗ്രബിൾ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണെങ്കിൽ വെയർ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ, ദെൻ എന്താണ്? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നതും എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, അതിൽ എഫ് എന്ന് പറയുന്നത് ബൗണ്ടഡും റെയ്മാൻ ഇൻ്റഗ്രബിളും ആണെങ്കിൽ, ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ ആണെങ്കിൽ എന്താണ്? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if f of x equal to x for every x element of closed interval 0, 3 and p partition തന്നിട്ടുണ്ട്, b a partition of p, then LPF UPF കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ LPF കണ്ടുപിടിക്കാനായിട്ട് ഇൻ്റർവെല്ലിൻ്റെ ഡിഫറൻസ് 0-ൻ്റെയും 1-ൻ്റെയും ഡിഫറൻസ് 1 ആണ്, 2-ൻ്റെയും 1-ൻ്റെയും ഡിഫറൻസ് 1 ആണ്, 3-ൻ്റെയും 2-ൻ്റെയും ഡിഫറൻസ് 1 ആണ്. നമുക്ക് 1 കോമൺ എടുക്കാം. ഇനി 0-യും 1-ഉം തമ്മിലുള്ള സ്മോളസ്റ്റ് വാല്യൂ 0 ആണ്, പ്ലസ് 1-ഉം 2-ഉം തമ്മിലുള്ള സ്മോളസ്റ്റ് വാല്യൂ 1 ആണ്. ഇവിടെ വേറെ ഒന്നും ചെയ്യാത്തതിന് കാരണം എന്താണ്? എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. ഓക്കെ, അപ്പോൾ 1 പ്ലസ് അടുത്തത് 2-ഉം 3-യും തമ്മിലുള്ള സ്മോളസ്റ്റ് വാല്യൂ 2 ആണ്. എഫ് ഓഫ് എക്സിൽ ഇട്ട് കൊടുക്കുമ്പോൾ എഗെയിൻ 2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് വന്നു? 3 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഓപ്ഷൻ എന്ന് പറയാം. നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്ത് നോക്കുക? UPFും കൂടി കണ്ടുപിടിക്കുക. ഓക്കെ, UPFും ഇവിടുത്തെ ഇൻ്റർവൽ ഡിഫറൻസ് 1 തന്നെ, സ്മോളസ്റ്റ് വാല്യൂവിന് പകരം ഗ്രേറ്റസ്റ്റ് വാല്യൂ 1-ൻ്റെ കേസിൽ 1 തന്നെ, പിന്നെ 2-ൻ്റെ കേസിൽ 2 തന്നെ, പ്ലസ് 3-ൻ്റെ കേസിൽ 3 തന്നെ. അപ്പോൾ 6 ആണ് ആൻസർ വരുന്നത്, ഓപ്ഷൻ എ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എഫ് ഈസ് എ റിയൽ വാല്യൂഡ് ബൗണ്ടഡ് ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആൻഡ് സ്മോൾ എം ആൻഡ് ക്യാപിറ്റൽ എം ആർ ദി ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആൻഡ് ലീസ്റ്റ് അപ്പർ ബൗണ്ട്. ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് വെച്ചാൽ എന്താ? ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് വെച്ചാൽ ഇൻഫിമം, അതായത് എന്താണ്? ചെറിയ പോയിൻറ്റ്സിൽ ഏറ്റവും വലുത്, അതാണ് എന്ത്? ഇൻഫിമം. ഇനി സുപ്രീമം എന്ന് വെച്ചാൽ വലിയ പോയിൻറ്റ്സിൽ ഏറ്റവും ചെറുത്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവുകയെ, അത് വെച്ചുകൊണ്ട് ഞാൻ പ്രോബ്ലം കാണിച്ചു തരാം. ഇപ്പം നിങ്ങളിത് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു സ്മോൾ എം ഇൻറ്റു ബി മൈനസ് എ എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു LPF, ലെസ് ദാൻ ഓർ ഈക്വൽ ടു UPF, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഇൻറ്റു ബി മൈനസ് എ. അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? സ്മോൾ എം ഇൻറ്റു ബി മൈനസ് എ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഇൻറ്റു ബി മൈനസ് എ എന്ന് പറയാനായിട്ട് പറ്റും. ഇതാ പറയുന്നത്. ആ റിലേഷൻ നമ്മൾ പഠിച്ചപ്പോൾ അത് വെച്ചുകൊണ്ട് വരുന്ന പ്രോബ്ലംസ് ചെയ്യാൻ ഈസി ആയിരിക്കും. പല രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. നമ്മുടെ ആ ബേസിക് സാധനം പഠിച്ചു വെച്ചാൽ ഏത് രീതിയിൽ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എഫ് ഈസ് റൈമാൻ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആൻഡ് സി ഈസ് എനി റിയൽ നമ്പർ, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹോൾസ്? സി ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സിന് നമുക്ക് ഇൻ്റഗ്രൽ എ ടു ബി സി ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ അവർ ഈക്വൽ ആവാണ്ടിരിക്കുമോ, അല്ലെങ്കിൽ സി ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നതാണ് വലുത് എന്തിനേക്കാളും? ഇൻ്റഗ്രൽ എ ടു ബി സി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇവിടെ സി എന്ന് പറയുന്നത് എന്താ? ഒരു റിയൽ നമ്പറാണ്, ഏതോ ഒരു റിയൽ നമ്പർ. അപ്പം നമുക്ക് ഒരു സംശയമില്ലാണ്ട് നമുക്ക് സുഖമായിട്ട് എന്താണ് 1.5 മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാം. എന്താണ്? സി ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി സി ടൈംസ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് lower Riemann integrable and upper Riemann integrable
ഇത് ആൻഡ് ഇത് ആർ ലോവർ ആൻഡ് അപ്പർ റീമാൻ ഇൻ്റഗ്രബിൾസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആണെങ്കിൽ ദെൻ ഇൻ്റഗ്രൽ ഇവിടെ ലോവർ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി അത് അപ്പർ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണോ അതോ എന്താണ് ലോവർ ഇൻ്റഗ്രൽ വിച്ച് ഈസ് ഈക്വൽ ടു അപ്പർ ഇൻ്റഗ്രൽ ആണോ അതോ ലോവർ ഇൻ്റഗ്രൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പർ ഇൻ്റഗ്രൽ ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ പഠിച്ചായിരുന്നു റീമാൻ ഇൻ്റഗ്രബിൾ ആണ് എങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞായിരുന്നു ഇത് മൂന്നും ഈക്വൽ ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ലോവർ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു അപ്പർ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആരോട് ഈക്വൽ ആയിരിക്കും? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് f1 and f2 are two real valued bounded function defined on closed interval ab, then for every partition capital P on closed interval ab ഈ പറയുന്ന റിലേഷൻസ് അത് നമ്മൾ കണ്ടായിരുന്നു, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതായത് എൽ പി എഫ് പ്ലസ് ജി ആണെങ്കിൽ എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണോ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അങ്ങനെയാണെങ്കിൽ യുവിൻ്റെ കേസിൽ എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ നമുക്ക് കണ്ണും കൂട്ടി എന്ന് പറയാം, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഇതൊക്കെ പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈസ് എ ലോവർ റീമാൻ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആൻഡ് എൽ പി എഫ് ഈസ് ദ ലോവർ റീമാൻ സം ഓവർ ഓൾ പാർട്ടീഷൻസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ലോവർ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് എൽ പി എഫ് ആണോ അതോ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഓഫ് എൽ പി എഫ് ആണോ? മൂന്നാമത്തെ ഓപ്ഷൻ, ഒരു ഓപ്ഷൻ നൺ ഓഫ് ദീസ്, ഒരു ഓപ്ഷൻ ലോവർ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്ന എൽ പി എഫ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഓർക്കാം, ലോവർ റീമാൻ ഇൻ്റഗ്രബിൾ അതായത് ലോവർ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? സുപ്രീമം എൽ പി എഫ് ആണ്. സുപ്രീമം എന്ന് വെച്ചാൽ എന്താ? വലുതുങ്ങളുടെ ചെറുത്, ലീസ്റ്റ് അപ്പർ ബൗണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏത് ഓപ്ഷനാണ്? ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇത്ര ഓർക്കാം, ലോവർ ആണെങ്കിൽ എന്താണ്? സുപ്രീമം. അപ്പർ ആണെങ്കിൽ എന്താണ്? ഇൻഫിമം. ഓക്കെ, അപ്പോൾ ഇത്ര ഓർക്കുക, എൽ പി എഫിൻ്റെ ഒപ്പം ലോവർ ആണെങ്കിൽ എൽ പി എഫ്, അതിൻ്റെ ഒപ്പം ആര് വരണം? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ലോവറിൻ്റെ നേരെ ഓപ്പോസിറ്റ് സുപ്രീമം എടുക്കണമെന്ന് ഓർക്കാം. ഓക്കെ, ഇനി അപ്പർ ആണെങ്കിൽ ഇവിടെ എന്ത് വരും? യു പി എഫ്, അവൻ്റെ നേരെ ഓപ്പോസിറ്റ് ആരാണ്? ഇൻഫിമം എന്ന് വെച്ചാൽ എന്താണ്? ചെറുതുങ്ങളുടെ വലുത്. ഓക്കെ, അതായത് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ഐ ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 0-4 ആൻഡ് പി നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ പാർട്ടീഷൻ. ഓക്കെ, ദെൻ ബി ഇസ് പാർട്ടീഷൻ, ദെൻ നോം ഓഫ് പി ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. നോം ഓഫ് പി എന്താണ്? അതായത് പാർട്ടീഷൻ തന്നിട്ടുണ്ടാവും, അതിൽ ഓരോ ഇൻ്റർവെൽസിൻ്റെ ലെങ്ത്തിൻ്റെ ഏറ്റവും വലുത്. ഓക്കെ, 0-യും 1-ലും ഏറ്റവും വലുത് ആരാണ്? 1. 1.5-ലും 1-ലും വലുതല്ല, ഡിഫറൻസ് 1. 1.5-ലും 1-ലും ഡിഫറൻസ് 0.5. പിന്നെ 1.5-ലും 2.2-ലും ഡിഫറൻസ് 0.5. 3.4-ലും 2-ലും ഡിഫറൻസ് 1.4. 4-ലും 3.4-ലും ഡിഫറൻസ് എത്രയാണ്? 0.6 ആണ്. ഇതിൽ ഏറ്റവും വലുത് ആരാണ്? 1.4 ആണ്. ഒന്നും നോക്കണ്ട, നോം എന്ന് പറയുന്നത് എന്താണ്? 1.4 ആണ്. നോം എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റസ്റ്റ്. ഓക്കെ, എന്തിൽ? സബ് ഇൻ്റർവെൽസിൻ്റെ ഡിഫറൻസിലെ വലുത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0-4 ആൻഡ് പി പാർട്ടീഷൻ എന്ന് പറയുന്നത് 0-2 3 4 ബി എ പാർട്ടീഷൻ ഓഫ് 0-4, ദെൻ ദ റീമാൻ അപ്പർ സം ഓഫ് എഫ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു പി ഈസ്. അപ്പോൾ നമ്മളോട് എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? യു പി എഫ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. യു പി എഫ് ഫൈൻഡ് ചെയ്യാൻ ഇവിടെ ഡിഫറൻസ് നോക്കാം. 0-യും 2-യും തമ്മിലുള്ള ഡിഫറൻസ് 2, 3-യും 2-യും തമ്മിലുള്ള ഡിഫറൻസ് 1 ആയിപ്പോയി, 4-ഉം 1-ഉം തമ്മിലുള്ള ഡിഫറൻസ് 1. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യണം, 2 ഇൻറ്റു ഇവരിൽ വലുതാരാണ്? 2, അതിൻ്റെ സ്ക്വയർ എന്താണ്? 4 പ്ലസ് അടുത്ത ഡിഫറൻസ് 2-യും 3-യും തമ്മിലുള്ള ഡിഫറൻസ് 1. ഇതിൽ വലിയ ആളാരാണ്? 3, അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 9 പ്ലസ് 3-യും 4-ലും എന്താ നോക്കണ്ടേ? വലിയ ആളാരാണ്? 4.
4ൻ്റെ സ്ക്വയർ 16, അതിനോട് എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? നമ്മുടെ ഡിഫറൻസ് 1. അപ്പോൾ 8 + 9 + 16 എന്ന് പറയുന്നത് 33 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് f of x equal to 2, 0 less than x less than 1 and f of x equal to 1 for 1 less than or equal to x less than or equal to 2, then which of the following is true? അതായത് എഫ് റെയ്മാൻ ഇൻ്റഗ്രബിൾ ക്ലോസ്ഡ് ഇൻ്റർവൽ 0-2ലാണെങ്കിൽ ഇൻ്റഗ്രൽ 0 to 2 എഫ് ഓഫ് എക്സ് ഡി എക്സിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇവിടെ 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എഫ് റെയ്മാൻ ഇൻ്റഗ്രബിൾ ഓൺ 0-2 ആൻഡ് ഇൻ്റഗ്രൽ 0 to 2 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് 1 ആണോ എന്ന് വെരിഫൈ ചെയ്യണം. അതോ ഇനി എഫ് എന്ന് പറയുന്ന റെയ്മാൻ ഇൻ്റഗ്രബിൾ അല്ലേ എന്നും കൂടി നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ബൗണ്ടഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും സെറ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂസ് പോയിൻറ്റ്സ് എന്താണ്? ഫൈനൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ അല്ല എന്ന് ഉറപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇൻ്റഗ്രൽ 0 to 2 എഫ് ഡി എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ 0 to 1 എഫ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 1 to 2 എഫ് ഡി എക്സ്. ഓക്കെ, ഇൻ്റഗ്രൽ 0 to 1 എഫ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് എന്താണ്? 2 ആണ്. അപ്പോൾ 2x ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2x 0 to 1 കൊടുക്കാം. പ്ലസ് അടുത്തത് എന്താണ്? 1 to 2 എഫ് ഓഫ് എക്സ് എന്താണ്? 1 to 2 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് കിട്ടും. എവിടെ നിന്ന് എവിടെ വരെ? 1 to 2. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുമ്പോൾ 2 അപ്പർ ഇത് കൊടുക്കുമ്പോൾ 2 × 1 2 -0 പ്ലസ് അടുത്തത് 2 - 1 ആണ്. അപ്പോൾ എന്ത് കിട്ടി? 2 + 1 which is equal to 3 ആണ് ആൻസർ വരുന്ന. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എഫ് എലമെൻറ്റ് ഓഫ് റെയ്മാൻ ഇൻ്റഗ്രബിൾ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആൻഡ് മോഡ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ എം ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എ ബി ദെൻ. അപ്പോൾ ഇവിടെ എഫ് എന്ന് പറയുന്നത് റെയ്മാൻ ഇൻ്റഗ്രബിൾ ആണ്. ഓക്കെ, എഫ് എന്ന് പറയുന്നത് റെയ്മാൻ ഇൻ്റഗ്രബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫുൾ മോഡുലസിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എടുക്കാം. ഇൻ്റഗ്രൽ എ ടു ബി എഫ് എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് ആസ് യൂഷ്വൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി മോഡ് എഫ് എന്ന് എഴുതാലോ. ഇവിടെ ഇതെന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു ബി മൈനസ് എ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. അതായത് ഇൻ്റഗ്രൽ ഇത് എം ആലോ, എം ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി 1 എന്ന് പറയുന്നത് എന്താണ്? എക്സ്. അപ്പോൾ എക്സിന് നമ്മൾ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുക്കുമ്പോൾ ബി മൈനസ് എ വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 എക്സ് എലമെൻറ്റ് ഓഫ് 0 1 റാഷണൽ 1 റാഷണൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എക്സ് എലമെൻറ്റ് ഓഫ് 0 1 ഇറാഷണൽ. അങ്ങനെയാണെങ്കിൽ എഫ് എന്ന് പറയുന്നത് റെയ്മാൻ ഇൻ്റഗ്രബിൾ ഓൺ 0 1 ആണോ? എഫ് എന്ന് പറയുന്നത് റെയ്മാൻ ഇൻ്റഗ്രബിൾ അല്ലയോ? അതോ എഫ് എന്ന് പറയുന്നത് എന്താണ് ലെബേഗ് ഇൻ്റഗ്രബിൾ അല്ലയോ? അതോ നൺ ഓഫ് ദീസ് ആണോ? അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഇവിടെ എഫ് എന്ന് പറയുന്ന റെയ്മാൻ ഇൻ്റഗ്രബിൾ ആണോ? അതായത് എന്താണ്? ഡിറിച്ലെറ്റ്സ് ഫംഗ്ഷൻ ആണ്. നമ്മൾ പറഞ്ഞായിരുന്നു എല്ലാ ബൗണ്ടഡ് ഫംഗ്ഷൻസും എന്താവണമെന്നില്ല? ഇൻ്റഗ്രബിൾ ആവണമെന്നില്ല. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ അല്ലേ ഡിറിച്ലെറ്റ്സ് ഫംഗ്ഷൻ. അപ്പോൾ ഡിറിച്ലെറ്റ്സ് ഫംഗ്ഷൻ എന്താണ്? ഇൻ്റഗ്രബിൾ അല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, let f from a to b, let f from closed interval a b to r, then choose the correct option എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇഫ് എഫ് ഈസ് എ സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് റെയ്മാൻ ഇൻ്റഗ്രബിൾ ആണ്. ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണെങ്കിൽ എഫ് റെയ്മാൻ ഇൻ്റഗ്രബിൾ ആണ്. ബോത്ത് ട്രൂ, നൺ ഓഫ് ദിസ്. നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് റെയ്മാൻ ഇൻ്റഗ്രബിൾ ആണ്. അതുപോലെ തന്നെ പഠിച്ചു വെക്കേണ്ട വേറൊന്നാണ് എന്ത്? സ്റ്റെപ്പ് ഫംഗ്ഷൻസും റെയ്മാൻ ഇൻ്റഗ്രബിൾ ആണെന്നുള്ള കാര്യം പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് കുറച്ച് പഠിച്ചു വെക്കേണ്ട കുറച്ച് ഡേറ്റാസാണ് എം സ്റ്റാർ ഓഫ് എ. എം സ്റ്റാർ ഓഫ് എ എന്ന് വെച്ചാൽ ഔട്ടർ മെഷർ എന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ ഇതാണ് നമ്മുടെ എ. ഓക്കെ, ഈ എയിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഇഷ്ടം പോലെ ഓപ്പൺ സെറ്റ്സ് ഉണ്ട്. ഓക്കെ, ഈ ഓപ്പൺ സെറ്റ്സ് അവരുടെ ലെങ്ത്ത് ഓക്കെ ആണോ? അവരുടെ ഓരോ ഓപ്പൺ സെറ്റിൻ്റെയും ലെങ്ത്തിൻ്റെ ഇൻഫിമം എന്ന് വെച്ചാൽ
ചെറുതുങ്ങളുടെ വലുത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ എം സ്റ്റാർ ഓഫ് എ ഔട്ടർ മെഷർ എന്ന് പറയുമ്പോൾ എയിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഇഷ്ടംപോലെ ഓപ്പൺ സെൻസ് ഉണ്ടാവും. അതിൽ നമ്മൾ നോക്കുമ്പോൾ ലെങ്ത്ത് കണ്ടുപിടിക്കുക. ലെങ്ത്തിൽ, അതായത് ഓരോ ഓപ്പൺ സെൻസിൻ്റെ ലെങ്ത്ത്, ആ ലെങ്ത്തുകളുടെ ഇൻഫിമമാണ് എന്ത്? ലെങ്ത്തുകളുടെ ഇൻഫിമമാണ് എന്ത്? ഇഷ്ടംപോലെ ലെങ്ത്ത് കാണുമല്ലോ, അതിൻ്റെ ഇൻഫിമം കണ്ടുപിടിച്ചാൽ മതി. എന്ത് കണ്ടുപിടിക്കാനായിട്ട്? ഔട്ടർ മെഷർ കണ്ടുപിടിക്കാനായിട്ട്. ഇൻഫിമം എന്ന് പറയുന്നത് എന്താണ്? ചെറുതുങ്ങളുടെ വലുത്. ഓക്കെ, ഇനി വേറൊരു കാര്യം, എം ഓഫ് എ, എം സ്റ്റാർ ഓഫ് എ എന്ന് വെച്ചാൽ ഔട്ടർ മെഷർ. ഇനി ഇന്നർ മെഷറാണ് എന്ത്? എം ഓഫ് എ എന്ന് പറയുന്നത്. ഇന്നർ മെഷർ, ഇന്നർ എന്ന് പറയുമ്പോൾ സുപ്രീമമാണ്. ഇന്നർ മെഷർ സുപ്രീമം, ഔട്ടർ മെഷർ ഇൻഫിമം. പുറത്താക്കിയവർ വളരെ ചെറിയവരാണ്, അതായത് കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ഔട്ടർ മെഷർ എന്ന് പറയുമ്പോൾ ഇൻഫിമം, ഇന്നർ മെഷർ ക്ലാസ്സിലിരിക്കുന്നവർ കുറേ പേരുണ്ട്, അപ്പോൾ സുപ്രീമം. അങ്ങനെ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഔട്ടർ മെഷറാണ് എപ്പോഴും വലുത് എന്തിനേക്കാളും? നമ്മുടെ ഇന്നർ മെഷറിനേക്കാളും. എല്ലാവർക്കും പുറത്തേക്ക് ഇറങ്ങാനല്ലേ താല്പര്യം? ഒരു റൂമിൻ്റെ ഉള്ളിലിരിക്കാൻ താല്പര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഔട്ടർ മെഷറാണ് ഇന്നർ മെഷറിനേക്കാളും വലുത്. ഇന്നർ മെഷർ എന്ന് പറയുന്നത് സുപ്രീമമാണ്, ഔട്ടർ മെഷർ എന്ന് പറയുന്നത് ഇൻഫിമമാണ്. എന്തിൻ്റെ? ഓപ്പൺ സെറ്റ്സുകളുടെ ലെങ്ത്തിൻ്റെ. ഓക്കെ, എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ യൂണിയൻ ഐ ഇസ് ഈക്വൽ ടു 1 to n ഇ ഐ എന്ന് പറയുന്നത് എം സ്റ്റാർ ഓഫ് യൂണിയൻ ഐ ഇസ് ഈക്വൽ ടു 1 to n എ ഇൻ്റർസെക്ഷൻ ഇ ഐ ആണ്. അതായത് സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n എ ഇൻ്റർസെക്ഷൻ, എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ ഐ ആണെന്നുള്ള കാര്യം ഓർക്കുക. ഈ യൂണിയൻ പുറത്തേക്ക് വരുമ്പോൾ എന്താകുന്നു? സമ്മേഷൻ ആകുന്നു. ഓക്കെ, റിമൈനിങ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ ഐ. ഇനി ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആണ്. മെഷർ ഓഫ് കൗണ്ടബിൾ സെറ്റിൻ്റെ മെഷർ എന്ന് പറയുന്നത് 0 ആണ്. കൗണ്ടബിൾ സെറ്റിൻ്റെ മെഷർ 0 ആണ്. അതുപോലെ തന്നെ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? കൗണ്ടബിൾ ആണ്. ഇറാഷണൽ നമ്പേഴ്സ് അൺകൗണ്ടബിൾ ആണ്. അപ്പോൾ കൗണ്ടബിളിൻ്റെ മെഷറാണ് 0 എന്ന് ഉറപ്പിക്കാൻ പറ്റും. അൺകൗണ്ടബിളിൻ്റെ മെഷർ അങ്ങനെയാണെങ്കിൽ എന്താണ്? 0 എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ 0 ആകുന്നൊരു കേസ് ഉണ്ട്. ആ കേസിൻ്റെ എക്സാമ്പിളാണ് കാൻഡർ സെറ്റ്. അപ്പോൾ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്ന മെഷർ ഓഫ് കൗണ്ടബിൾ സെറ്റ് എന്താണ്? മെഷർ ഓഫ് കൗണ്ടബിൾ സെറ്റിൻ്റെ മെഷർ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അൺകൗണ്ടബിൾ സെറ്റിന് മെഷർ 0 ആകുന്ന എക്സാമ്പിൾസ് ഉണ്ടോ? കാൻഡർ സെറ്റ് അതിനൊരു എക്സാമ്പിൾ ആണോ എന്ന് ചോദിക്കും. അപ്പോൾ കാൻഡർ സെറ്റ് അതിനൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ദെൻ ഇഫ് എസ് ഈസ് ആൻ ഓപ്പൺ സെറ്റ്, എസ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സെറ്റ് ആണ് എങ്കിൽ എം സ്റ്റാർ ഓഫ് എസ് എന്ന് പറയുന്നത് എന്താണ്? എം സ്റ്റാർ ഓഫ് എസ് എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഓഫ് എസ് ആണ്. ഇഫ് എസ് ഈസ് ആൻ ഓപ്പൺ സെറ്റ്, വേറെ ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. എന്തിനെങ്കിലും കണ്ടെയ്ൻ ചെയ്യുന്നോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ പറയുകയാണെങ്കിലാണ് നമ്മൾ എന്താണ് ഇൻഫിമോ സുപ്രീമോ ഒക്കെ എടുക്കേണ്ടത്. ഇവിടെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താണ്? ഒരു എസ് എന്ന് പറയുന്ന ഒരു ഓപ്പൺ സെറ്റ് ആണെങ്കിൽ എം സ്റ്റാർ ഓഫ് എസ് എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഓഫ് എസ് ആണ്. ഇനി ഇഫ് ഇ ഈസ് എനി കൗണ്ടബിൾ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, ഇ എന്ന് പറയുന്നത് ഒരു കൗണ്ടബിൾ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, കൗണ്ടബിൾ ആണ് എങ്കിൽ മെഷർ എന്തായിരിക്കും? 0 ആയിരിക്കും. എം സ്റ്റാർ ഓഫ് ഇ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി കുറച്ച് കാര്യങ്ങളാണ്. ഇഫ് ഇ ഈസ് മെഷറബിൾ ദെൻ ഇ കോംപ്ലിമെൻ്റ് മെഷറബിൾ ആണ്. ഇഫ് E1 ഉം E2 മെഷറബിൾ ആണെങ്കിൽ E1 യൂണിയൻ E2 മെഷറബിൾ ആണ്. ഇനി ഇൻ്റർസെക്ഷൻ ആണെങ്കിൽ എന്തായാലും എന്താണ്? മെഷറബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇ മെഷറബിൾ ആണെങ്കിൽ ഇ കോംപ്ലിമെൻ്റ് മെഷറബിൾ ആണ്. പിന്നെ എന്താണ്? E1 ഉം E2 മെഷറബിൾ ആണെങ്കിൽ E1 യൂണിയൻ E2 എന്താണ്? മെഷറബിൾ ആണ്. ഇനി E1 ഉം E2 മെഷറബിൾ ആണെങ്കിൽ E1 ഇൻ്റർസെക്ഷൻ E2 എന്താണ്? മെഷറബിൾ ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്. ചൂസ് കറക്റ്റ് ഓപ്ഷൻ. കൗണ്ടബിൾ യൂണിയൻ ഓഫ് എ കൗണ്ടബിൾ സെറ്റ് ഹാസ് നോൺ സീറോ മെഷർ. കൗണ്ടബിൾ സെറ്റിൻ്റെ കൗണ്ടബിൾ യൂണിയൻ എന്ന് പറയുന്നത് എന്താണ്? കൗണ്ടബിൾ അല്ലേ? അപ്പോൾ എന്താണ്? കൗണ്ടബിൾ സെറ്റിൻ്റെ മെഷർ എന്താണ്? കൗണ്ടബിൾ സെറ്റിൻ്റെ മെഷർ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്? 0 ആണ്. ഓക്കെ ആണോ? അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റല്ലേ? ഇനി എവരി നോൺ കൗണ്ടബിൾ സെറ്റ് ഹാസ് നോൺ സീറോ മെഷർ. ഏതൊരു നോൺ കൗണ്ടബിൾ സെറ്റിൻ്റെ മെഷർ 0 ആണ്. ആണോ? അല്ല. നമ്മളൊരു കൗണ്ടർ എക്സാമ്പിൾ പറഞ്ഞില്ലായിരുന്നു? കാൻഡർ സെറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സെറ്റ് അടുത്ത് വരികയാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കേട്ടിട്ട് നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക.
ഓക്കെ, ഇത് നിങ്ങൾ സ്വയം ചെയ്യുക. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് എന്തായാലും പഠിച്ചിട്ട് പോവുക. നിങ്ങൾക്ക് സെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തായാലും പഠിച്ചിട്ട് പോവുക. ഒരു ക്വസ്റ്റ്യൻസ് പോലും വിടാണ്ട് എല്ലാം നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ആരുടെയും എനിക്ക് പറ്റില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ ഈ പ്രാവശ്യം നേടിയെടുക്കണം. ഓക്കെ, മാത്സിൻ്റെയും അതുപോലെ തന്നെ ജനറൽ പേപ്പർ 1ൻ്റെയും ജസ്റ്റ് ഒരു ക്രാഷ് കോഴ്സ് പോലെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കവർ ചെയ്യണം. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും അതോടൊപ്പം തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിക്കണം. ജനറൽ പേപ്പറിൽ നിന്നുള്ള ടോപ്പിക്സ് എല്ലാം ഇടുന്നുണ്ട്, അതും കവർ ചെയ്യണം. അതുപോലെ തന്നെ മാത്സും കവർ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും പാസ് മാർക്ക് എബോവ് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.